എല്ലാവർക്കും നമസ്കാരം. ഹരിതം ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിൻ്റെ ഓഡിയോ ടേപ്പിലേക്ക് സ്വാഗതം. ഞാൻ സലൂല. ഹരിതം ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിൽ സൈക്കോളജിസ്റ്റ് ആയി പ്രവർത്തിക്കുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കുട്ടികളുടെ സുരക്ഷയെ കുറിച്ചാണ്. പ്രത്യേകിച്ച് വീട്ടിനുള്ളിലെ സുരക്ഷ. വീട് സുരക്ഷിതമായിടമാണ്. എന്നാൽ സുരക്ഷ ഉറപ്പാക്കേണ്ടത് നമ്മളാണ്. കുട്ടിക്ക് അവരുടെ ശരീരത്തെ കുറിച്ച് അറിവ് നൽകണം. ശരീരഭാഗങ്ങളുടെ ശരിയായ പേരുകൾ പഠിപ്പിക്കുക. ലജ്ജയില്ലാതെ, ഭയപ്പെടുത്താതെ ശാന്തമായി പറയുക. ചില ഭാഗങ്ങൾ സ്വകാര്യ ഭാഗങ്ങളാണ്. അവ അനുമതിയില്ലാതെ ആരും തൊടരുത്. കുട്ടിക്ക് പഠിപ്പിക്കുക, എനിക്ക് ഇഷ്ടമില്ല എന്ന് പറയാൻ. അവരുടെ ശബ്ദം കേൾക്കപ്പെടും എന്ന് ഉറപ്പു നൽകുക. ഗുഡ് ടച്ച്, ബാഡ് ടച്ച് എന്ന വ്യത്യാസം ലളിതമായി വ്യക്തമാക്കുക. അസ്വസ്ഥത തോന്നിയാൽ അത് തെറ്റാണ്. ആരെങ്കിലും പറഞ്ഞാൽ ഇത് രഹസ്യം. കുട്ടിക്ക് അറിയണം, അമ്മയോടോ അച്ഛനോടോ പറയുന്നത് തെറ്റല്ല. മോശം രഹസ്യം പറയേണ്ട രഹസ്യം ആണ്. കുട്ടിയുടെ പെരുമാറ്റം ശ്രദ്ധിക്കുക. പെട്ടെന്ന് മൗനം, അപ്രതീക്ഷിത ഭയം, ഒരാളോടൊപ്പം പോകാൻ വിസമ്മതി. ഇവ സൂചനകളാകാം. ചെറിയ കാര്യമെന്ന് കരുതരുത്. കുട്ടി എന്തെങ്കിലും പറഞ്ഞാൽ കുറ്റപ്പെടുത്തരുത്. പകരം പറയുക, നിന്നെ ഞാൻ വിശ്വസിക്കുന്നു. നീ തെറ്റൊന്നും ചെയ്തിട്ടില്ല. സുരക്ഷിത ബന്ധം വളരെ പ്രധാനമാണ്. പ്രതിദിനം കുറച്ച് സമയം കുട്ടിയോടൊപ്പം ചിലവഴിക്കുക. കേൾക്കുക, ശ്രദ്ധിക്കുക, സ്വീകരിക്കുക. ഡിജിറ്റൽ സുരക്ഷയും പഠിപ്പിക്കുക. മൊബൈൽ, ഇൻ്റർനെറ്റ് ശ്രദ്ധയോടെ ഉപയോഗിക്കാൻ പറയുക. കുട്ടികളെ ഭയപ്പെടുത്തേണ്ടതില്ല, പക്ഷേ ബോധവൽക്കരിക്കണം. നമ്മൾ സംസാരിക്കുമ്പോൾ കുട്ടികൾ സുരക്ഷിതരാകുന്നു. നമ്മൾ കേൾക്കുമ്പോൾ അവർ ശക്തരാകുന്നു. കുട്ടികളുടെ സുരക്ഷ നമ്മുടെ ഉത്തരവാദിത്വമാണ്. കുട്ടി
എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കി ശ്രദ്ധിക്കാതെ പോലെ വേറെ എന്തെങ്കിലും ജോലി റൂമിൽ ചെയ്യുന്ന പോലെ അവൾക്ക് ലഭ്യമായതായി 5-10 മിനിറ്റ് നിൽക്കുക. ജോലി തിരക്കുള്ളത് പോലെ കാണിക്കാതെ ആ സമയം മാറ്റി വയ്ക്കുക. പിന്നെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ചെവിയിൽ ഹെഡ്സെറ്റ് വെച്ച് കുട്ടി നടക്കുമ്പോൾ ഫോൺ സംസാരിച്ചു കൊണ്ടോ സീരിയൽ കണ്ടുകൊണ്ടോ മേശമേൽ ഇരിക്കുന്ന കുട്ടിയുടെ പ്ലേറ്റിലേക്ക് ദോശ ഇട്ട് കൊടുക്കുന്ന തരത്തിലുള്ള അമ്മയോ അച്ഛനോ ആയി മാറാതിരിക്കാൻ ശ്രമിക്കുക. സ്വന്തം മുത്തശ്ശൻ വരെ മോലസ്റ്റ് ചെയ്ത ഒരുപാട് കേസുകൾ ക്ലിനിക്കിൽ വരാറുണ്ട്. 3.5 വയസ്സ് മുതൽ പ്രായമുള്ള കുട്ടിയെ തൊടാൻ പാടില്ലാത്ത സ്ഥലത്ത് തൊട്ടിട്ടുണ്ട്. പക്ഷേ കുട്ടി അത് പറയാൻ ശ്രമിച്ചപ്പോൾ മുത്തശ്ശി അടിച്ചിട്ടുണ്ട്. മിണ്ടിപ്പോകരുത്. വേണ്ടാത്തതൊന്നും എന്തിന് ഈ കുട്ടി ഇതെവിടെ നിന്ന് പഠിക്കുന്നു എന്ന് ചോദിച്ച സംഭവങ്ങളും ഉണ്ട്. കുട്ടികൾ എന്തിന് കള്ളം പറയണം എന്ന് ഒരിക്കൽ ചിന്തിച്ച് നോക്കുന്നത് നല്ലതാണ്. വെറുതെ കുട്ടി പറയുന്നുണ്ടെങ്കിൽ അതിലും എന്തെങ്കിലും ഒരു കാര്യം ഇല്ലാതെ നിൽക്കില്ല. കുട്ടികൾ ഉണ്ടാക്കി പറയും. വീട്ടിൽ കലഹങ്ങൾ ഉണ്ടാകും എന്ന് പലരും പറയുന്നത് കേൾക്കാറുണ്ട്. അയ്യേ, കുട്ടി പറയുന്നത് കേട്ടിട്ടാണോ നീ ഇപ്പോൾ ഇതൊക്കെ ഇങ്ങനെ അങ്ങനെ എന്ന ഡയലോഗുകളും ഒരുപാട് കേൾക്കാറുണ്ട്. പക്ഷേ ഒരിക്കൽ ശരിക്ക് തല കുളിരാക്കി ഇരുന്ന് ആലോചിച്ച് നോക്കൂ. കുട്ടികൾ എന്തിന് അത് പറയണം? ഒരു ശ്രദ്ധ നല്ലതാണ്. അത് വിചാരിച്ച് ടെൻഷൻ അടിക്കാൻ അല്ല പറയുന്നത്. ടെൻഷൻ ആയാൽ ബുദ്ധി പ്രവർത്തിക്കില്ല. അതിനാൽ ശാന്തമായി ഇരുന്ന് ആലോചിക്കുക. ആലോചിച്ച് ഒരു കണ്ണ് വയ്ക്കുക. ടെൻഷൻ ഇല്ലാതെ കണ്ണ് കൂടുതലായി വെച്ച മാതാപിതാക്കളുടെ മക്കൾക്കും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാം നമ്മുടെ കയ്യിലാണ് എന്നും കരുതരുത്. എന്നാൽ ശ്രദ്ധിക്കാതെ വിടിയും എന്ന്
പറയരുത്. ഇതിൻ്റെ ഒക്കെ ഇടയിൽ എവിടെയോ ഉള്ള ഒരു നേരിയ ശ്രദ്ധ, ഒരു ഓവർസീ, അതാണ് വേണ്ടത്. ശാന്തമായൊരു ശ്രദ്ധ. കൂടുതൽ സംശയങ്ങൾക്ക് വേണ്ടി നമ്മളെ ബന്ധപ്പെടാവുന്നതാണ്. നന്ദി.